നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലെ മൈത്രേയ മുഹൂർത്തം, ത്രിപുഷ്കര യോഗം, ദ്വിപുഷ്കര യോഗം. ഓഗസ്റ്റ് മാസത്തിൽ പറയേണ്ട സ്വിച്ച് വേർഡിനെ കുറിച്ചും വാസ്തു സമയം, പിന്നെ ഡെയിലി മന്ത്രാസ്. ആദ്യം നമുക്ക് ഡെയിലി മന്ത്രാസ് നോക്കാം. ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ചയാണ്. ഓം ഹരിഹരാത്മജായ നമ. ഓഗസ്റ്റ് 2 ഓം കുബേരായ നമ. ഓഗസ്റ്റ് 3 ഓം സുരഭ്യൈ നമ. ഓഗസ്റ്റ് 4-ാം തീയതി ഓം ശ്രീം ശ്രീയൈ നമ. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് പഞ്ചമി തിഥി. ഓഗസ്റ്റ് 4-ാം തീയതി രേവതി നക്ഷത്രവും ഷഷ്ടി തിഥിയും ഒന്നിച്ചാണ് വരുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി ഓം വിനായകായ നമ. 6-ാം തീയതി ഓം ദക്ഷിണാമൂർത്തയേ നമ. ഓഗസ്റ്റ് 7 എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. വർഷത്തിൽ വരുന്ന 3 കാർത്തിക നക്ഷത്രങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. ഒന്ന് മകരമാസത്തിൽ വരുന്ന കാർത്തിക, അതിനെ തൈകൃത്തിക എന്നാണ് പറയുന്നത്. രണ്ടാമത് കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തിക, ആടി കൃത്തിക. പിന്നെ വൃശ്ചിക മാസത്തിൽ വരുന്ന കാർത്തിക, അത് നമ്മൾ തൃക്കാർത്തിക എന്ന് പറയാറുണ്ട്. നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് പോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിലും മുരുകനെ പ്രാർത്ഥിച്ച് വ്രതം എടുക്കാറുണ്ട്. ഈ 3 കാർത്തികയ്ക്കും മറ്റു കാർത്തിക ദിവസങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ കാർത്തിക ദിവസം മുരുകക്ഷേത്രത്തിൽ പോകുന്നതും മുരുകന്റെ നാമങ്ങൾ ചൊല്ലുന്നതും ഒക്കെ വളരെ വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 7-ാം തീയതി നമ്മൾ ചൊല്ലേണ്ട നാമം: അഞ്ചുമുഖം തോன்றின் ആറുമുഖം തോன்றும் വെഞ്ചമരിൽ അഞ്ചലന വേൽ തോன்றுം നെഞ്ചിൽ ഒരു കാൽ നിനക്കിൽ ഇരുകാലും തോன்றுം മുരുക എന്ന് ഓതുവർ മുൻ. ഇത് 27 തവണ ചൊല്ലാൻ സാധിക്കുന്നവർക്ക് 27 തവണ ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ കുറഞ്ഞതൊരു 11 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് 8-ാം തീയതി ഓം നമോ നാരായണായ. ഓഗസ്റ്റ് 9-ാം തീയതി ഓം നമോ ഭഗവതേ വാസുദേവായ, ഏകാദശിയാണ്. ഓഗസ്റ്റ് 10-ാം തീയതി തിങ്കൾ പ്രദോഷമാണ്. ഓം പരമേശ്വരായ നമ. 11-ാം തീയതി ഓം മഹാദേവായ നമ. 12-ാം തീയതി ഓഗസ്റ്റ് 12-ാം തീയതി പൂയം നക്ഷത്രവും കർക്കിടക വാവും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. ഓം പിതൃഭ്യോ നമ. 13-ാം തീയതി ഓം ശ്രീ രാമചന്ദ്രായ നമ. 14-ാം തീയതി ഓം ശക്തി പരാശക്തി. 15-ാം തീയതി ഓം ശ്രീരാമദൂതായ നമ. 16-ാം തീയതി ഓം നമോ വെങ്കടേശായ. 16-ാം തീയതി വരെയുള്ള ഡെയിലി മന്ത്രാസ് ആണ്. എല്ലാ നാമങ്ങളും 27 തവണ ചൊല്ലാൻ സാധിക്കുന്നവർ 27 തവണ ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു സ്വിച്ച് ബോർഡിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിൽ പോയി ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്വിച്ച് ബോർഡാണ്. നമ്മൾ ഒരുപാട് സ്വിച്ച് ബോർഡ്സ് ഒക്കെ പറയാറുണ്ട്. നമ്മുടെ ഏതൊരു കാര്യവും ഹനുമാൻ സ്വാമി ആ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ എഴുതുന്നത് വഴി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സ്വിച്ച് ബോർഡ്. ഇനി നമുക്ക് മൈത്രേയ മുഹൂർത്തം എപ്പോഴാണെന്ന് നോക്കാം. 2 മൈത്രേയ മുഹൂർത്തമാണ് ഓഗസ്റ്റ് മാസം വരുന്നത്. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ ആ ഒരു സമയത്ത് അടച്ചു തീർത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് അതിന്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു കവറിൽ ആ ഒരു ആഗ്രഹം എഴുതി ചെറിയൊരു തുക ആ കവറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹവും സാധിച്ചു കിട്ടും. കുട്ടികളുടെ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. ഒരു പേപ്പർ കവർ എടുക്കുക. നമ്മൾ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരുടെ പേര് എഴുതുക. ഈ ഒരു സമയത്ത്, മൈത്രേയ മുഹൂർത്ത സമയത്ത്, നമ്മുടെ കുടുംബ ദേവതയോട് ആദ്യം പ്രാർത്ഥിക്കണം. പിന്നെ ഗണപതി ഭഗവാനോടും മുരുകനോടും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെറിയൊരു എമൗണ്ട് ആ കവറിൽ ഇട്ട് വെക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കടങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു സമയത്ത് അടയ്ക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ കവറിൽ ഇട്ട് വെക്കാം. അപ്പോൾ ആ ഒരു 2 സമയം എന്ന് പറയുന്നത്, ആദ്യത്തേത് ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അത് രാത്രിയാണ് വരുന്നത്. കാരണം ഓഗസ്റ്റ് 4-ാം തീയതി പകലൊക്കെ രേവതി നക്ഷത്രമാണ്.
കലണ്ടറിൽ നോക്കുമ്പോൾ രേവതി എന്ന് കാണാം. പക്ഷെ രാത്രി 10:47 മുതൽ 12:35 വരെയുള്ള സമയമാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. അപ്പോഴേക്കും മേടം ലഗ്നവും അശ്വതി നക്ഷത്രം തുടങ്ങും. അശ്വതി നക്ഷത്രത്തിന്റെ ആദ്യ പാദമാണ്. 10:47 PM to 12:35 AM ആണ് ഓഗസ്റ്റ് 4 വ്യാഴാഴ്ച രാത്രി. ഇനി രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ചയാണ്. ഇത് ഉച്ചയ്ക്കാണ് വരുന്നത്. 12:10 മുതൽ 2:20 വരെ. 12:10 PM to 2:20 PM. ഇത് അനിഴം നക്ഷത്രത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ആ സമയം നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും ഒരു 5-10 മിനിറ്റിന്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് 12:10 മുതൽ 2:20 വരെ എന്നുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് 12:10 എന്ന് പറയുമ്പോൾ ഏകദേശം 1 മണിക്കും 1:30ക്കും ഇടയ്ക്കുള്ള ആ മിഡിൽ സമയം നോക്കി എടുത്തു വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തേത് 10:47 മുതൽ 12:30 വരെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 11:15 മുതൽ 11:45 വരെയുള്ള സമയത്ത് എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്ത്യക്കുള്ളിൽ എവിടെയാണെങ്കിലും ഈ പറയുന്ന ടൈം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തു വെക്കാൻ ശ്രമിക്കണം. കാരണം ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ 5 മിനിറ്റ് പുറകോട്ടോ 5 മിനിറ്റ് മുന്നോട്ടോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ ഒരു മാസം മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് വഴി നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് 21 എന്ന് പറയുന്നത് വരമഹാലക്ഷ്മി വ്രതം കൂടിയാണ്. ഓഗസ്റ്റ് 28 കലണ്ടറിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് പൗർണമി തിഥി വരുന്നത് കൊണ്ടാണ് അതിനു മുൻപുള്ള വെള്ളിയാഴ്ച നമ്മൾ വരമഹാലക്ഷ്മി വ്രതമായിട്ട് അനുഷ്ഠിക്കുന്നത്. എപ്പോഴും പൗർണമി തിഥിക്ക് മുൻപിലുള്ള വെള്ളിയാഴ്ചയാണ് നമ്മൾ വരമഹാലക്ഷ്മി വ്രതമായിട്ട് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പിതൃക്കളുടെ കർക്കിടക വാവ് വരുന്ന ഒരു സമയമാണ്. കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ പിതൃപ്രീതിക്ക് വളരെയധികം നല്ല സമയമാണ്. ശ്രാവണ മാസമാണ്. ചിങ്ങമാസം എന്ന് പറയുന്നത് ശ്രാവണ മാസമാണ്. ശ്രാവണ മാസത്തിൽ കൂടുതലായും ശിവ ആരാധനയാണ്. ഒരു ശിവനെ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ്. ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ് പകുതി കഴിയുമ്പോൾ ചിങ്ങമാസം തുടങ്ങും. പിന്നെ നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ, അതായത് നവഗ്രഹങ്ങളിൽ ശനീശ്വരന് എള്ള് ദീപം കൊളുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതും, അല്ലെങ്കിൽ കർത്തവാവ് ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു മാസം മുഴുവൻ പ്രൊട്ടക്ഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. പൊതുവെ ഈ മാസത്തിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ മാസം നമുക്ക് എഴുതേണ്ട സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 1 മാത്രം ഇത് എഴുതി ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഓഗസ്റ്റ് 1 നമ്മൾ 31 തവണ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതി നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു 31 ടൈംസ് നമ്മൾ ഇതൊന്ന് വായിക്കുക. എന്താണ് ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് വിഷസ് ഗ്ലോറിയസ് റിച്ചസ്. ഓഗസ്റ്റ് വിഷസ് ഗ്ലോറിയസ് റിച്ചസ്. നമുക്ക് എല്ലാ വിധത്തിലുമുള്ള സാമ്പത്തികം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ നമുക്ക് ഈ മാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് കരുതി വേണം, എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഇതൊരു 31 ടൈംസ്. 31 ടൈംസ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് ടെൻഷൻ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കും. ഇത് ആ 31 ടൈംസ് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് മറന്നിട്ട് ഈ മാസം എല്ലാ നന്മകളും ഉണ്ടാകും, നമുക്ക് ഈശ്വരൻ നമ്മളെ കാത്തുകൊള്ളും എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി വേണം ഇത് പറയേണ്ടത്. ഇനി നമുക്ക് ത്രിപുഷ്കര യോഗം നോക്കാം. ഓഗസ്റ്റ് 29 ശനിയാഴ്ചയാണ്. അന്ന് രാവിലെ 9:56 മുതൽ അടുത്ത ദിവസം അതികാലെ 3:42 വരെ, അതായത് ശനിയാഴ്ച 9:56 AM മുതൽ അന്ന് ഫുൾ ത്രിപുഷ്കര യോഗമുണ്ട്. ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഈ ഒരു സമയത്ത് ചെയ്താൽ നമുക്കത് വീണ്ടും 2 പ്രാവശ്യം കൂടി, അതായത് ടോട്ടൽ 3 ടൈംസ് ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വാസം. പിന്നെ ഉള്ളത് ദ്വിപുഷ്കര യോഗമാണ്. അത് 2 പ്രാവശ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓഗസ്റ്റ് 9 ഞായറാഴ്ച 11:04 മുതൽ 2:43 വരെ ഉച്ചയ്ക്ക് 11:04 AM to 2:43 PM ആണ്. ഇനി നമുക്ക് ഓഗസ്റ്റിലെ വാസ്തു സമയം നോക്കാം. വാസ്തു സമയത്ത് നമ്മൾ ദീപം കൊളുത്തി ശിവ 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 ശിവായ നമ, ശിവ 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 ശിവായ നമ
ഇത് ഒരു 308 ടൈംസ് ദീപം കൊളുത്തി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വാസ്തുദോഷം ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും സ്വന്തം വീടുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ടൈം വരുന്നത് ഓഗസ്റ്റ് 23 ഞായറാഴ്ചയാണ്. 7:23 AM to 7:59 AM ആണ്. അപ്പോൾ 7:23 ആകുമ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിനടുത്തായി വെക്കുക. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 7:59 കഴിയുമ്പോൾ ദീപം അണയ്ക്കാം. വെള്ളം നമുക്ക് കുടിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ദീപം കൊളുത്തേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം അരിപ്പൊടി കൊണ്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ സ്റ്റെൻസിൽ വെച്ചൊരു കോലം വരയ്ക്കുക. അതിന് മുകളിലായിട്ട് 4 ഡയറക്ഷനിലേക്കാണ് 4 ദീപങ്ങൾ വെക്കേണ്ടത്. ഒന്ന് ഈസ്റ്റ്, ഒന്ന് വെസ്റ്റ്, ഒന്ന് സൗത്ത്, ഒന്ന് നോർത്ത്. നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് മാത്രമേ ഇങ്ങനെ ദീപം കൊളുത്താറുള്ളൂ. നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് കൊളുത്താവുന്നതാണ്. 7:59 ആകുമ്പോൾ ദീപം അണയ്ക്കാം. കുറച്ചു നേരം കൂടി അത് കത്തിക്കിരുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഡെയിലി മന്ത്രാസ്, മൈത്രേയ മുഹൂർത്തം, ത്രിപുഷ്കര യോഗം, ദ്വിപുഷ്കര യോഗം, ഓഗസ്റ്റ് മാസത്തിലെ സ്വിച്ച് വേർഡ്, വാസ്തു സമയം, ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.